നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോളാർ സബ്സിഡിയെ പറ്റിയാണ്. പ്രൈം മിനിസ്റ്റർ സൂര്യഭവനം പദ്ധതിയിൽ സബ്സിഡി കിട്ടാൻ സോളാർ പ്ലാന്റുകൾ ഇനി പുരപ്പുറത്ത് തന്നെ വേണമെന്നില്ല. അത് സൂര്യപ്രകാശം എവിടെ കിട്ടുന്നു അവിടെ തന്നെ സ്ഥാപിക്കാൻ പറ്റും. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ തന്നെ മേൽക്കൂരയുടെ ഘടനയിലെ പ്രത്യേകത മൂലം പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയാത്തവർക്കും പുതിയ തീരുമാനം ഗുണകരമാകും. 1 കോടി വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ സൂര്യഭവനം പദ്ധതിയുടെ ലക്ഷ്യം. 1 കിലോ വാട്ട് വൈദ്യുതിക്കുള്ള പദ്ധതിക്ക് 30,000 രൂപയും 2 കിലോ വാട്ടിന് 60,000 രൂപയും 3 കിലോ വാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡി. ഈ MNRE സബ്സിഡി സ്കീം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പാനലും ഇഷ്ടമുള്ള ഇൻവെർട്ടറും വെക്കാം. എന്നിട്ട് അവർക്ക് അപേക്ഷ കൊടുത്താൽ നമുക്കതിന് സബ്സിഡി നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ അവർ തരുന്നതായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ആകുമ്പോൾ അവർ പറയുന്ന പാനൽ ഇൻവെർട്ടറൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ കുഴപ്പമുണ്ട്. കേരള ഗവൺമെൻറ് സാധാരണ വീടുകളിൽ 3 കിലോ വാട്ട് 5 കിലോ വാട്ട് അങ്ങനെയാണ് വെക്കാറുള്ളത്. നിങ്ങൾ ഓരോ വീട്ടിൽ എന്താണ് ആവശ്യം അതിനനുസരിച്ച് ഓരോ വാട്ടുകൾ വെക്കുക. അല്ലെങ്കിൽ പിന്നെ KCB കൊടുത്ത് അത് മുതലാക്കാൻ അത് പറ്റത്തില്ല. കാരണം അത് വർഷം തോറും ഒരു ചെക്ക് കിട്ടുമെന്നുള്ള തെറ്റായ ധാരണയാണ്. അത് ഉപയോഗം കഴിഞ്ഞ് ഒരു ചെറിയ എമൗണ്ട് വർഷം തോറും കിട്ടുമായിരിക്കും. ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം 10 കിലോ വാട്ട് വെക്കേണ്ട സ്ഥാനത്ത് 25 കിലോ വാട്ട് വെച്ചാൽ അത് യാതൊരു പ്രയോജനവുമില്ല. സാധാരണ വീടുകളിലെല്ലാം ഓൺ ഗ്രിഡാണ് ഉപയോഗിക്കുന്നത്. ഓൺ ഗ്രിഡ് പകൽ നമ്മൾ സോളാറിൽ നിന്ന് ആവശ്യം കഴിഞ്ഞിട്ട് അത് KCBയിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ്. രാത്രി KCBയുടെ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ വീടുകളിൽ മാസത്തിൻ്റെ ആദ്യ വീക്കിൽ വന്ന് അവർ സോളാർ റീഡിങ് എടുത്ത് അതിൻ്റെ ഒരു നിശ്ചിത തുക അടയ്ക്കണം. ഒരു ചെറിയ എമൗണ്ടേ കാണും. ഞങ്ങൾക്കൊക്കെ 250-300 രൂപ താഴെ മാത്രമേ ഉള്ളൂ ഓരോ മാസം അടയ്ക്കേണ്ടതുള്ളൂ. ബില്ലിംഗ് രീതി എന്ന് പറഞ്ഞാൽ 1 മെഗാ വാട്ട് വരെയുള്ള പ്രൊഡക്ഷനുള്ള കൺസ്യൂമേഴ്സ് നിലവിൽ നെറ്റ് മീറ്ററിംഗ് ആണ് കേരളത്തിൽ നിലവിലുള്ളത്. ഇതിൽ ഇമ്പോർട്ട് ചെയ്തും വൈദ്യുതി എക്സ്പോർട്ട് ചെയ്ത വൈദ്യുതിയേക്കാൾ കൂടുമ്പോൾ മാത്രമാണ് എനർജി ചാർജസ് വരുന്നത്. അതായത് ഫിക്സഡ് ചാർജ്, മീറ്റർ റെൻറ്റ്, സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി, GST തുടങ്ങിയ അല്ലറ ചില്ലറ ചാർജുകൾ മാത്രമാണ് ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരിക. കൂടാതെ ബാലൻസുള്ള യൂണിറ്റ് എനർജി ബാങ്കിൽ കാണിക്കും. അവർ വർഷം തോറും എത്ര യൂണിറ്റ് ബാലൻസ് ഉണ്ട് കണക്കാക്കിയാണ് നമുക്കൊരു എമൗണ്ട് വർഷത്തിൽ തരുന്നത്. ഇത്രയും സമയം ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിന് വളരെയധികം നന്ദി. വീട്ടിലെ മിക്ക ആവശ്യങ്ങൾക്ക് ഇനി കറണ്ട് ധാരാളം നമുക്ക് ഉപയോഗിക്കാം. ഇലക്ട്രിക് വണ്ടികളായാലും സ്കൂട്ടറുകളായാലും ഇലക്ട്രിക് കുക്കിംഗ് ആയാലും നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാം.